നമസ്കാരം, റിയൽ ന്യൂസ്. മലബാറിലെ പ്രസിദ്ധമായ ബാലുശ്ശേരിക്കോട്ട ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ ദ്രവ്യകലശത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 2024 മാർച്ച് 17 മുതൽ 22 കൂടിയാണ് ദ്രവ്യകലശം നടക്കുക. 12 വർഷത്തിലൊരിക്കൽ ഭഗവാന് നടത്തുന്ന പരിഹാരക്രിയകളും ശുദ്ധീകരണ ക്രിയകളും പൗഷ്ടിക ക്രിയകളുമാണ് ദ്രവ്യകലശത്തിൻ്റെ ഭാഗമായി നടക്കുകയെന്ന് ദ്രവ്യകലശ കമ്മിറ്റി പ്രസിഡന്റ് PS മഹാദേവൻ മാസ്റ്റർ പറഞ്ഞു. ചടങ്ങുകളിൽ എല്ലാവരുടെയും സാന്നിധ്യം കമ്മിറ്റി അഭ്യർത്ഥിച്ചു. ഏറെക്കാലത്തെ ഭക്തജനങ്ങളുടെ കാത്തിരിപ്പിന് സഫലീകരണമായി ക്ഷേത്രത്തിലെ നടപ്പാത നിർമ്മാണം ഇതിനിടയിൽ പൂർത്തിയായിട്ടുണ്ട്. മലബാറിലെ പ്രസിദ്ധമായ ബാലുശ്ശേരിക്കോട്ട ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ ദ്രവ്യകലശ കുംഭാഭിഷേകത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. 2024 മാർച്ച് 17 മുതൽ 22 കൂടിയാണ് ദ്രവ്യകലശം നടക്കുക. ഇതിൻ്റെ ഭാഗമായുള്ള ഭാഗവത സപ്താഹം മാർച്ച് 11 ആരംഭിച്ച് 17 കൂടി അവസാനിക്കും. ശ്രീമണി അന്തർജനം, പാർവതി അന്തർജനം, M ഗിരിജ ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭാഗവത പാരായണം നടന്നുവരുന്നത്. പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഭഗവാന് നടത്തുന്ന പരിഹാരക്രിയകളും ശുദ്ധീകരണ ക്രിയകളും പൗഷ്ടിക ക്രിയകളുമാണ് ദ്രവ്യകലശത്തിന്റെ ഭാഗമായി നടക്കുകയെന്ന് ദ്രവ്യകലശ കമ്മിറ്റി പ്രസിഡന്റ് PS മഹാദേവൻ മാസ്റ്റർ പറഞ്ഞു. കുറുമ്പ്രനാടിൻ്റെ സംരക്ഷകനായി ബാലുശ്ശേരിക്കോട്ടയിൽ എത്തിച്ചേർന്ന വേട്ടയ്ക്കൊരുമകൻ്റെ ദ്രവ്യകലശം പരിപാടികൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. നാളെ കാലത്ത് 6 മണിക്ക് സപ്താഹവേദി ഉണരും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന സപ്താഹവേദിക്ക് ശേഷം കേരളത്തിലെ വിവിധ തന്ത്രിവര്യന്മാർ പങ്കെടുക്കുന്ന പ്രായശ്ചിത്ത കർമ്മങ്ങൾ, പൂജാവിധികൾ, പൗഷ്ടിക ക്രിയകൾ എന്നിവ നടക്കാൻ പോവുകയാണ്. 12 വർഷം കൂടുമ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടത്തേണ്ടുന്ന ഈ കർമ്മം വളരെ പ്രാധാന്യമേറിയതും ഭഗവാന്റെ ചൈതന്യവർദ്ധനവിന് ഉപകാരപ്രദവുമാണ്. സാമ്പത്തികമായും ദൈവത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുവാനും വേണ്ടി ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയും ചെയ്യുന്ന ഈ കർമ്മങ്ങളിൽ ഈ പ്രദേശത്തെ എല്ലാ നല്ലവരായ നാട്ടുകാരും ഭക്തജനങ്ങളും പങ്കെടുത്തുകൊണ്ട് ഭഗവാന്റെ ഐശ്വര്യത്തിന് പാത്രീഭൂതരാകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കട്ടെ. കേരളത്തിലെ പ്രശസ്ത തന്ത്രിവര്യന്മാരായ തന്ത്രി പന്ന്യംവള്ളി കുമാരൻ ഭട്ടതിരിപ്പാടിൻ്റെയും അഞ്ഞൂറ്റിമംഗലം നാരായണൻ നമ്പൂതിരിയുടെയും മറ്റും വിശിഷ്ട തന്ത്രി വര്യന്മാരുടെയും കാർമ്മികത്വത്തിലാണ് ദ്രവ്യകലശം നടക്കുക. അപൂർവമായ ഹോമ കലശ അഭിഷേകാദികൾ ഇതിൻ്റെ ഭാഗമായി നടക്കും. ദ്രവ്യകലശ ചടങ്ങുകളിൽ ഏവരുടെയും സാന്നിധ്യവും സഹകരണവും ചെയർമാൻ കുറിയത്ത് മനോജ് കുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ സജീവൻ കുട്ടമത്ത്, കമ്മിറ്റിയുടെ മറ്റ് സഹഭാരവാഹികൾ എന്നിവർ അഭ്യർത്ഥിച്ചു. ബാലുശ്ശേരിക്കോട്ടയിൽ നാളെ മുതൽ നടക്കുന്ന സപ്താഹവും 16 തൊട്ട് 22 വരെ നടക്കുന്ന ദ്രവ്യകലശവും എല്ലാവരെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുന്നു, വിജയിപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്രക്കുളം നവീകരിച്ചും ശ്രീകോവിൽ പിത്തളയിൽ പൊതിഞ്ഞും സമർപ്പണം നടത്തിയ പാലക്കാട് രമാ ഗോപിനാഥിൻ്റെയും കുടുംബത്തിൻ്റെയും വഴിപാടായി പ്രദക്ഷിണ വഴി ഇതിനിടയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ എത്തുന്നവർക്ക് ഏറെ സന്തോഷവും ആഹ്ലാദവും പകരുന്നതാണ് കരിങ്കല്ല് പാളി കൊണ്ടൊരുക്കിയ മനോഹരമായ പുതിയ പ്രദക്ഷിണ വഴി. വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൻ്റെ ഉപദേവതകളായ അയ്യപ്പൻ ക്ഷേത്രം, ശിവക്ഷേത്രം, കരിയാത്തൻപാറ തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ നവീകരണവും ഇതോടൊപ്പം നടന്നുവരികയാണ്. ദ്രവ്യകലശത്തിന്റെ ഭാഗമായി ഓരോ ദിവസങ്ങളിലായി വൈകിട്ട് തിരുവാതിരക്കളി, ത്രിപിൾ തായമ്പക, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, കോൽക്കളി തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളും നടക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷേത്ര കമ്മിറ്റി ക്ഷണിച്ചു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.